നവവാദം ഗൈസ് നമ്മുടെ ഡേ 6 ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇന്ന് ബോക്സിൻ്റെ പ്രാക്ടീസാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടാണ്. അപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോൾ നേരെ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യാൻ ജിമ്മിലേക്ക് പോയി. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്ന് വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ചെന്നു. ബോക്സിങ് ആയതുകൊണ്ട് നല്ല ആളുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് കുറച്ച് വാമപ്പും പുഷപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നേരെ ഞാൻ ജിമ്മിലേക്ക് ചെന്നു. നേരെ നമ്മുടെ ആദ്യത്തെ സെറ്റായ പുഷപ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ 2 സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇനി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. നല്ല നേരത്തെയാണ് ചെന്നത്. കുറച്ച് നേരം ബാക്കിയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന് ശേഷം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോച്ച് പറഞ്ഞു ഇന്ന് സ്ട്രെങ്ത് ആണോ എന്ന് അറിയണം. കോച്ച് പറഞ്ഞു സ്ട്രെങ്ത് മതിയെന്ന്. പക്ഷേ നമുക്ക് ബോക്സിംഗ് ആയിരുന്നു താല്പര്യമുണ്ട്. നമ്മളൊരു ഗെയിം കളി ചെയ്താൽ വേണ്ടതെന്ന് തീരുമാനിച്ചു. അങ്ങനെ ബോക്സിംഗ് തന്നെ ഫിക്സ് ആക്കി. അപ്പോൾ സ്ട്രെങ്തിൻ്റെ വർക്കൗട്ട് നടന്നില്ല. അതിന് മുമ്പ് നമ്മൾ കുറച്ച് കാർഡിയോ ചെയ്തു. അതിനുശേഷം നേരെ ബോക്സിങ്ങിൻ്റെ വർക്കൗട്ടിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ബോക്സിൻ്റെ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ പഞ്ചസാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. കാരണം ബിഗിനേഴ്സ് ആയതുകൊണ്ട് പഞ്ചസ് ഇമ്പ്രൂവ് ചെയ്യണമെന്നാണ് കോച്ച് പറയുന്നത്. പഞ്ചസ് കിക്സ് കാര്യങ്ങളൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം പഞ്ചസ് നല്ല രീതിയിൽ നമ്മളെ കോച്ച് ട്രെയിൻ ചെയ്യാറുണ്ട്. എനിക്ക് പൊതുവേ പഞ്ചസാണ് മെയിനായിട്ട് ട്രെയിൻ ചെയ്യാറുള്ളത്. കാരണം ബിഗിനർ ആയതുകൊണ്ട് തന്നെ പഞ്ചസ് നല്ലതാണ്. പിന്നെ സ്ട്രെങ്തിൻ്റെ വർക്കൗട്ടും കൂടുതലായിട്ട് നോക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പഞ്ചസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വാമപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അതിനുശേഷം കുറേ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നല്ല രീതിയിൽ മടുത്തൊരു ദിവസമാണ്. പഞ്ചസ് കാര്യങ്ങൾ തന്നെ കുറേ ടൈം ചെയ്യിപ്പിച്ചു. അതിനുശേഷം വാമപ്പും അത് കഴിഞ്ഞപ്പം സ്ട്രെങ്തിൻ്റെ കുറച്ച് ട്രെയിനിങ് ഭാഗമായിട്ട് കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ നമ്മൾ മടുപ്പിച്ചു കഴിച്ചു. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസും തന്നെ എടുക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ടൈമിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതിന്. അപ്പോൾ ഞാൻ ഏറെക്കുറെ ഏകദേശമുള്ള വീഡിയോസാണ് ഗൈസ് ആഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ എല്ലാം കഴിഞ്ഞു. പിന്നെ കുറേ ലാസ്റ്റ് കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു 2 മിനിറ്റ് പ്ലാങ്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നിൽക്കും. നമ്മളിപ്പോൾ 2:30 2:30 വരെ നിൽക്കാൻ പറ്റും. നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 1 മിനിറ്റ് ആയിരുന്നു. പിന്നെ അത് 2 മിനിറ്റ് ആക്കി. ഇപ്പോൾ 2:30 വരെ നമുക്ക് പ്ലാങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല സ്ട്രെങ്തിൻ്റെ വർക്കൗട്ട് അത് കുറച്ചും കൂടെ കൂട്ടും എന്നാണ് കോച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 2:30 വരെ നിൽക്കുമ്പോൾ ഉപ്പാട് വരും. എന്നാലും നമ്മൾ കുറച്ചും കൂടെ ട്രൈ ചെയ്യാറുണ്ട് ഗൈസ്. അപ്പം അതിൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് സ്ട്രെച്ചിൻ്റെ കുറച്ച് വർക്കൗട്ട്സ് ഉണ്ടായിരുന്നു. സ്ട്രെച്ച് ചെയ്യിച്ചു. അതിന് മുമ്പ് കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു. സ്ട്രെച്ചും എല്ലാമാണ് ലാസ്റ്റ് നമ്മൾ ചെയ്യിക്കാറുള്ളത്. അപ്പം സ്ട്രെച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഡേ 6 നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി തുടർന്ന് വീഡിയോസ് നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കും. ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. ബൈ ബൈ ഗൈസ്. സീ യു.